അല്പസമയത്തെ വചനധ്യാനത്തിനായിട്ട് ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായം, അതിൻ്റെ 5-6 വാക്യങ്ങൾ. ഈ വാക്ക് കൂട്ടത്തിനൊക്കെയും ബോധ്യമായി. വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്തേഫനോസ്, ഫിലിപ്പോസ്, പ്രൊഖോരോസ്, നിക്കനോർ, തീമോൻ, പർമനോസ്, യഹൂദ മതാനുസാരിയായ അന്ത്യോക്യക്കാരൻ നിക്കോലോവോസ് എന്നിവരെ തിരഞ്ഞെടുത്തു. അപ്പോസ്തലന്മാരുടെ മുമ്പാകെ നിർത്തി അവർ പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ചു. ദൈവവചനം പരന്നു. യെരൂശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി. മതി, ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച തിരുവചനത്തിനായി സ്തോത്രം. ഈ വചനത്തിൽ കൂടി വ്യക്തമായി ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളോട് ഇടപെടണം. ആത്മാവിൻ്റെ ശക്തി പ്രാപിച്ച് ഇവിടുന്ന് മടങ്ങിപ്പോകുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കണം. പരിശുദ്ധാത്മാവ് ഈ ആലയത്തിൽ ചലിക്കുന്നതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ മഹത്വം എന്ന് പകൽക്കാലം ഇതിനകത്ത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. ആത്മാവിൻ്റെ നിറവ് ഞങ്ങളുടെ മേൽ പകരണമേ. ആത്മാവിൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ പകരണമേ. ദൈവവചനത്തിൻ്റെ ശക്തി ദിവസങ്ങളിൽ ഇതിനകത്ത് വെളിപ്പെടുവാൻ സ്വർഗം സഹായിക്കണമെന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, വചനത്തിൻ്റെ ശക്തിയെ കെടുത്തുന്ന എല്ലാ ഇരുട്ടിൻ്റെ മേഖലകളെയും യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം ശാസിച്ച് ജയമെടുക്കുകയാണ്. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി. സകലമാനവും മഹത്വവും അങ്ങയ്ക്ക് തരുന്നു പൊന്നുപിതാവേ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ വചനധ്യാനത്തിനായിട്ട് ദൈവം തന്ന എനിക്കൊരു ഹെഡിങ്, പരിശുദ്ധാത്മാവിൽ നിറയുക. ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ്. എവറി ചിൽഡ്രൻ ഓഫ് ഗാഡ്, എവറി ബിലീവേഴ്സ് നീഡ് ടു ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൽ നിറയുക. ആമേൻ. ഈ അനുഭവം എല്ലാ ദൈവമക്കളുടെയും ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്. എവറി ചിൽഡ്രൻ ഓഫ് ഗാഡ് നീഡ് ടു ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നമ്മളായെങ്കിൽ മാത്രമേ നമുക്ക് ഈ വിശ്വാസ ഗോളത്തിൽ നിൽക്കാൻ കഴിയത്തുള്ളൂ. കേവലം ഈ പുൾപ്പിറ്റിൽ നിൽക്കുന്ന പാസ്റ്റർമാർ മാത്രമല്ല, അല്ലെങ്കിൽ ഈ പുൾപ്പിറ്റിൽ കടന്നു വന്ന് പ്രസംഗിക്കുന്ന ദൈവദാസിമാർ മാത്രമല്ല, ഹല്ലേലൂയ, അവനെ കൈക്കൊണ്ടവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തെങ്കിൽ അന്നു മുതൽ നമ്മുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവിൽ നിറയുക എന്നുള്ളത്. ആമേൻ. ഇവിടെ നമുക്ക് കാണാൻ കഴിയും, അപ്പോസ്തലന്മാർ പറയുകയാണ്, 7 പുരുഷന്മാരെ വേർതിരിക്കണം. ഹല്ലേലൂയ. We need to separate 7 young men. 7 പേരെ. പാസ്റ്റേഴ്സിനെയാണോ മാറ്റണമെന്ന് പറഞ്ഞത്? വേർതിരിക്കണമെന്ന് പറഞ്ഞല്ല. ഹല്ലേലൂയ. എന്താണ് അവരുടെ ജോലി? എന്താണ് കൊടുക്കാൻ പോകുന്നത്? മേശയിൽ ശുശ്രൂഷിക്കേണ്ടതിന്. മേശയിൽ ശുശ്രൂഷിക്കേണ്ടതിന് എങ്ങനെയുള്ളവരെയാണ് വേണ്ടിയത്? വിശ്വാസവും പരിശുദ്ധാത്മാവിൻ്റെ നിറവുമുള്ള 7 പേരെ വേർതിരിക്കണം. നമ്മൾ ഓർക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പുൾപ്പിറ്റിൽ നിൽക്കുന്ന ദൈവദാസന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ തിരുവചനം അങ്ങനെ പഠിപ്പിക്കുന്നില്ല. തിരുവചനം പഠിപ്പിക്കുന്നത് മേശയിൽ ശുശ്രൂഷിക്കേണ്ടതിന്. ഹല്ലേലൂയ. അപ്പോൾ ആലയത്തിനകത്ത് നടക്കുന്ന ഏത് ശുശ്രൂഷയായിക്കൊള്ളട്ടെ, നിന്റെ മേൽ പരമേൽപ്പിച്ചിരിക്കുന്ന ഏത് ശുശ്രൂഷയായിക്കൊള്ളട്ടെ, അതെങ്ങനെ ചെയ്യണമെന്നാണ് ആത്മാവ് പറയുന്നത്? പരിശുദ്ധാത്മാവിൻ്റെ നിറവിലായിരിക്കണം. ആമേൻ. നീ മേശമേലുള്ള ശുശ്രൂഷയായിരിക്കാം, അടുക്കളയിലുള്ള ശുശ്രൂഷയായിരിക്കാം, ഹല്ലേലൂയ, ടോയ്ലറ്റ് ക്ലീനിങ് ആയിരിക്കാം, ഇവിടെ പായിടുന്നതായിരിക്കാം, അവിടെ ഇരുന്ന് മ്യൂസിക് സിസ്റ്റം അല്ലെ സൗണ്ട് സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നതായിരിക്കാം, ഇവിടുത്തെ മീഡിയ സെറ്റപ്പ് ചെയ്യുന്നതായിരിക്കാം, വാട്സപ്പിൽ കൂടെ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കാം, നീ ഇവിടുത്തെ സെക്രട്ടറി ആയിരിക്കാം, പ്രസിഡന്റ് ആയിരിക്കാം, പാസ്റ്റർ ആയിരിക്കാം, അല്ലെ ലേഡി സെക്ഷൻ നിയന്ത്രിക്കുന്നവളായിരിക്കാം, ഏതു മേഖലയായാലും ഹല്ലേലൂയ, ആ വ്യക്തി ഹല്ലേലൂയ ഫുൾ ഓഫ് ഫെയ്ത്ത് ആൻഡ് full of grace. ഹല്ലേലൂയ. നമ്മൾ അങ്ങനെ ആയിരിക്കണം. വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായിരിക്കണമെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ.
എന്തെങ്കിലും സംശയമുണ്ടോ ആർക്കെങ്കിലും? ഒരു സംശയമില്ല. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ എണ്ണീക്കരുത്, അത് നമുക്കൊരു അലങ്കോലമാകും. ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചിട്ട് പറയണം, പക്ഷേ അത് ഇച്ചിരി സംശയമുണ്ട്, ഒന്ന് തീർത്ത് തരാൻ പറഞ്ഞാൽ ഞാനത് തീർത്ത് തരും. അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കുണ്ട്. ആമേൻ, സ്തോത്രം. ഞാൻ ഈ പ്രസംഗിക്കുന്ന ഏത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. അതിന് ക്ലിയർ ആൻസർ തരാനുള്ള ഉത്തരവാദിത്വം ആർക്കുണ്ട്? എനിക്കുണ്ട്, ഞാൻ പ്രസംഗിക്കുന്ന കാര്യത്തിൽ. ആമേൻ. അപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി വേണം ആലയത്തിനകത്തെ ശുശ്രൂഷ ചെയ്യാനെന്ന് തിരുവചനം പറയുന്നു. ഇനി അതിന്റെ 6-ാം വാക്യം വായിച്ചേ. അപ്പോൾ അപ്പോസ്തലന്മാരുടെ മുമ്പാകെ നിർത്തി അവർ പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ചു. മതി നോക്കിക്കേ. അപ്പോൾ ഈ 7 സഹോദരന്മാരും വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരാണ്, അല്ലേ? ഹല്ലേലൂയ. That 7 of them, they're full of faith and they're filled with the Holy Spirit. Isn't it clear? അവര് 7 പേരും വിശ്വാസം നിറഞ്ഞവരും ആത്മാവ് നിറഞ്ഞവരും വിശ്വാസത്തിൽ നിറഞ്ഞവരുമാ. പിന്നെന്തിനാ അവർക്ക് വീണ്ടും ഒരു പ്രാർത്ഥന? ഹല്ലേലൂയ. ദൈവസഭയ്ക്കകത്ത് ഏത് ശുശ്രൂഷയും അതിനൊരു സബ്മിഷനുണ്ട്, അതൊരു സബ്മിഷനുണ്ട്. ഹല്ലേലൂയ. ഒരു സബ്മിഷനിൽ കൂടാണ് ഇത് പോകുന്നത്. നമുക്കറിയാം, ക്രിസ്ത്യ ശുശ്രൂഷകളിൽ നമ്മൾ പറയാം അവർ ലീഡേഴ്സ് ആണെന്ന് പറയും, അല്ലേ? ദേ ആർ അവർ ലീഡേഴ്സ്. The servants of God, they are our leaders. But same time, the leaders, they have another name. What is that name? They are the servants of God. ലോകത്തിൽ ലീഡേഴ്സ് എന്ന് പറയുമ്പോൾ അവർ സെർവൻ്റ് അല്ല, മനസ്സിലാക്കിക്കോണം. ലോകത്തിലെ ലീഡേഴ്സ് എന്ന് പറയുമ്പോൾ അവർ സെർവൻ്റ് അല്ല. പക്ഷേ ദൈവസഭയിലെ ലീഡേഴ്സ് എന്ന് പറയുമ്പോൾ അവരാരാണ്? അവർ സെർവൻ്റാണ്. അവർ സെർവൻ്റാണ്. ഞങ്ങളുടെ നിൽക്കുമ്പോൾ ഈ പാസ്റ്റർ, ഈ ചർച്ചിൻ്റെ പാസ്റ്റർ ശുശ്രൂഷ ഞാൻ ചെയ്യുമ്പോൾ, ഒരു ലീഡർ എന്ന നിലയിൽ ഞാൻ നിൽക്കുമ്പോൾ തന്നെ ഞാൻ നിങ്ങളുടെ ശുശ്രൂഷകനാണ്, അത് ദാസനാണ്. അതൊരു കോൺട്രഡിക്ഷനാണ്, അല്ലേ? ലോകത്തിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരു കോൺട്രഡിക്ഷനാണ്. പക്ഷെ കർത്താവ് നമ്മളെ പഠിപ്പിച്ചത് അങ്ങനെ, അല്ലേ? ഹല്ലേലൂയ. അവൻ ഉയർന്നു നിൽക്കാതെ 12 പേരോടും പറഞ്ഞ് അവിടെ ഇരിക്കേ. അവൻ്റെ അരയിൽ നിന്ന് എന്തെടുത്തു? റൂമാൽ തോർത്തെടുത്തിട്ട് അവരുടെ കാൽ കഴുകാൻ തുടങ്ങി. ഇതാണ് ശുശ്രൂഷ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ദൈവസഭയിലുള്ള ഏത് ശുശ്രൂഷയായാലും ഏത് ലീഡർഷിപ്പ് ആയാലും അതിന് വേറൊരു തലമുണ്ട്. ദൈവം തരുന്ന ഒരു തലമുണ്ട്. നീ ഒരു ശുശ്രൂഷകനാണ്, ഒരു ദാസനാണ്. ഇതറിഞ്ഞു വേണം ആലയത്തിനകത്ത് നമ്മൾ ശുശ്രൂഷ ചെയ്യാൻ. ആമേൻ. അപ്പോൾ നമ്മുടെ കാര്യങ്ങളോ, നമ്മൾ കഴിഞ്ഞ കാര്യങ്ങളിൽ പഠിച്ചതോ, നമ്മുടെ വിദ്യാഭ്യാസമോ, നമ്മുടെ യോഗ്യതകളോ അല്ല അവിടെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. എന്താണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്? പരിശുദ്ധാത്മാവിന്റെ നിറവ്. അതുകൊണ്ടാണ് നിറവുള്ള 7 പേരെ തെരഞ്ഞെടുത്തത്. ആമേൻ. എന്നിട്ട് എന്ത് ചെയ്തു? എന്നാ നിറവുണ്ട്, നീ പൊക്കോന്ന് പറഞ്ഞു വിട്ടോ? ഇല്ല. 7 പേരെ അങ്ങോട്ട് ദൈവദാസന്മാരുടെ അടുത്തേക്ക് വിട്ടു. എന്തിനാ? അവർ അവരെ കൈവച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ ഒന്ന്, പരിശുദ്ധാത്മാവ് നിറഞ്ഞാലുള്ള ഒന്നാമത്തെ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ സബ്മിറ്റ് ചെയ്യും നമ്മളെ തന്നെ. നമ്മുടെ കഴിവും നമ്മുടെ യോഗ്യതകളും നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ പാരമ്പര്യവും നമ്മൾ പഠിച്ച കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യും? സബ്മിറ്റ് ചെയ്തിട്ട് പരിശുദ്ധാത്മാവിന് കീഴടങ്ങും. ആമേൻ. ഹല്ലേലൂയ. നിങ്ങളൊക്കെ ഇത് ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ ഒരു ആമീൻ പറഞ്ഞു, കുഴപ്പമില്ല. കാരണം അത് അനുഗ്രഹമായി മാറും. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത്തെ കാര്യം, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞാൽ ദൈവവചനം ദേശത്ത് പരക്കും. ആമേൻ. യു ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ്,
first advantage is, hallelujah, the word of the Lord will increase through your ministry. നോട്ട് ചെയ്യേണ്ട ഒരു കുഞ്ഞുങ്ങളൊക്കെ നോട്ട് ചെയ്തോണ്ട് നിങ്ങൾ ആരും നോട്ട് ചെയ്യരുത്, പ്രായമുള്ളവർ, കാരണം നിങ്ങൾക്കെല്ലാം അറിയാം. I request my young children, youth children, you should note this point in your Christian life. I am not asking elder one. We are all filled with the Holy Spirit. But I request every young generation, youth children, you should note this point. You filled with the Holy Spirit. First advantage is the word of the Lord will increase through your personal life. നീ പരിശുദ്ധാത്മാവിൽ ഒരു വിശ്വാസി നിറഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ? ദൈവത്തിന്റെ വചനം അവനിൽ കൂടി ഈ ദേശത്ത് പടരാൻ തുടങ്ങും. ഒരു സ്തോത്രം പറഞ്ഞാട്ട് കരം ഉയർത്തി. അതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. വായിച്ചാട്ടതിന്റെ 7-ാം വാക്യം. ദൈവവചനം പരന്നു, യെരൂശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി. പരിശുദ്ധാത്മാവ് നിറഞ്ഞവരെ പ്രാർത്ഥിച്ച് കൈവച്ച് അനുഗ്രഹിച്ച് അങ്ങോട്ട് മാറ്റിയതേ ഉള്ളൂ. എന്താ സംഭവിച്ചെന്നറിയാമോ? ദൈവത്തിന്റെ വചനം പരന്നു. കർത്താവ് എന്നെ പറ്റിയും നിന്നെ പറ്റിയും ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ വചനം എന്റെയും നിന്റെയും ശുശ്രൂഷയിൽ കൂടി ദേശം അറിയണം. ഇവിടെ ഓരോ കാര്യങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഭംഗിയായിട്ട് ചെയ്യണം. പക്ഷേ കർത്താവിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള എയിം നിന്റെയും എൻ്റെയും ജീവിതത്തിൽ കൂടി ദൈവത്തിൻ്റെ വചനം പടരണം. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. നീ ഒന്നുകൂടെ വായിച്ച മോനെ 7 തന്നെ. ദൈവവചനം പരന്നു, യെരൂശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി. നോക്കിക്കേ, യെരൂശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി. Me and you filled with the Holy Spirit. What is the first advantage? Is that the word of the Lord will increase through your personal life. Hallelujah. മറന്നു പോകരുത്. പരിശുദ്ധാത്മാവിന്റെ നിറവിലേക്ക് നാം കടന്നു വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? എൻ്റെയും നിന്റെയും ജീവിതത്തിൽ കൂടി ദൈവത്തിന്റെ വചനം പടരാൻ തുടങ്ങും. അത് ആദ്യം നിന്റെ പേഴ്സണൽ ജീവിതത്തിൽ സംഭവിക്കും. നടക്കത്തില്ലെന്ന് ലോകം പറഞ്ഞത്, ദേശം പറഞ്ഞത്, ശത്രു പറഞ്ഞത്, മുന്നോട്ട് പോകാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞത്, എന്നാൽ നീ വചനം അങ്ങോട്ട് പറയുമ്പോൾ, അതിനകത്ത് വിടുതൽ സംഭവിച്ചു കഴിയുമ്പോൾ നിന്റെ പേഴ്സണൽ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ ആദ്യം വചനത്തിന്റെ ശക്തി വെളിപ്പെടും. ഇത് പെട്ടിട്ടേ പുറത്തോട്ട് പോകാവൂ. കുടുംബത്തിനകത്ത് പെട്ടിട്ടേ പുറത്തോട്ട് ഇറങ്ങാവൂ. ഹല്ലേലൂയ. Word of the Lord will increase your family first. Hallelujah. പിള്ളേർ പറയാൻ തുടങ്ങും, അപ്പൻ്റെ വചനം, അപ്പൻ ആ വചനം പറഞ്ഞ പിന്നെ എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടായി. Your children, your family will testify you. Hallelujah. വചനം പറഞ്ഞതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹം ഉണ്ടാകാൻ ഇടയായി. Hallelujah. സ്തോത്രം. വചനം എത്ര ശക്തിയുള്ളതാണെന്നറിയാമോ? The word of the Lord is powerful and great. Hallelujah. നീതിമാന്റെ കൈ നീതികേടിലേക്ക് തിരിയാതിരിക്കേണ്ടതിന് ദുഷ്ടന്റെ ചെങ്കോൽ നീതിമാന്റെ അവകാശത്തിന്റെ മേൽ ഇരിക്കത്തില്ല. ദുഷ്ടൻ എപ്പോഴും നമ്മുടെ അവകാശത്തിന്റെ മേൽ ഓരോ ചെങ്കോല് വെച്ചോണ്ടിരിക്കുക. ഇവൻ നന്നാകരുത്, ഇവന്റെ കുടുംബം ശരിയാകരുത്, മുന്നോട്ട് പോകരുത്, സമാധാനം അനുഭവിക്കരുത്. പക്ഷെ നിന്റെ ഭവനത്തിൽ ഈ വചനം ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ദൈവത്തിന്റെ വചനം പറയുന്നു, എടാ എന്റെ വചനം ഹല്ലേലൂയ പാറയെ തകർക്കുന്നതാ, ഇരുമ്പോടാമ്പലുകളെ തകർക്കുന്നതാ, അസ്ഥിമജ്ജകളെ തുളച്ചു കയറുന്ന ദൈവത്തിന്റെ വചനം പറയുന്നു, നീതിമാന്റെ കൈ നീതികേടിലേക്ക് തിരിയാതിരിക്കേണ്ടതിന് ദുഷ്ടന്റെ ചെങ്കോൽ നീതിമാന്റെ അവകാശത്തിന്റെ മേൽ ഇരിക്കത്തില്ല. എങ്കിൽ ഈ വചനത്തിന്റെ ശക്തി എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, എന്റെ കുടുംബത്തിൽ, എന്റെ കുഞ്ഞുങ്ങളിൽ, എന്റെ തലമുറയിൽ, എന്റെ സഭയിൽ അത് വെളിപ്പെട്ടു വരുന്നത് എന്റെ കണ്ണുകൊണ്ട് കാണും, എന്റെ ചെവി കൊണ്ട് കേൾക്കും, എന്റെ കൈ കൊണ്ട് തൊട്ടറിയും. ഹല്ലേലൂയ. ഇതായിരിക്കണം നമ്മുടെ ഫെയ്ത്ത്. വചനത്തിന്റെ ശക്തി
ആരുടെയെങ്കിലും കണ്ടുകൊണ്ട് കാണുമെന്നല്ല, എൻ്റെ കണ്ണുകൊണ്ട് കാണും, എൻ്റെ ചെവി കൊണ്ട് കേൾക്കും, എൻ്റെ കൈ കൊണ്ട് തൊട്ടറിയും. ഞാനത് വിശ്വസിക്കുന്നു. അപ്പോൾ ദൈവവചനം പരക്കണമെങ്കിൽ യു ഷുഡ് ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. വചനത്തിൻ്റെ ശക്തി മനസ്സിലാക്കണം. ഹല്ലേലൂയ. 2, യെരൂശലേമിലെ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി. പുരോഹിതന്മാരിൽ വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി തീർന്നു. അതിന്റെ 8-ാം വാക്യം ഒന്നുകൂടെ വായിച്ചു. 8-ാം വാക്യം. അനന്തരം സ്തെഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. നോക്കിക്കേ, രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് യു ഫിൽഡ് വിത്ത് ദി ഹോളി സ്പിരിറ്റ്. വാട്ട് ഹാപ്പൻസ്? സെക്കൻഡ് അഡ്വാൻറ്റേജ് ഈസ് യു ക്യാൻ ഓപ്പറേറ്റ് ദ ഗിഫ്റ്റ് ഓഫ് ദി ഹോളി സ്പിരിറ്റ്. You are a child of God, you are a children of God, we are a children of God. We need to operate the gift of the Holy Spirit. How we can operate the gift of Holy Spirit? എങ്ങനെ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളെ, ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പുറത്തു കൊണ്ടുവരാൻ കഴിയും? പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടെങ്കിലേ കഴിയത്തുള്ളൂ. കൃപയും സത്യവും 7 അഭിഷക്തന്മാരിലേക്ക് അങ്ങോട്ട് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ സ്തെഫാനോസ് എന്ന് പറയുന്നവൻ എന്തായി തീർന്നു? തീയായിട്ട് മാറി. കൃപയും സത്യവും നിറഞ്ഞവനായി. ഹല്ലേലൂയ. നീ നിൽക്കുന്നിടത്ത് തീയുടെ അഭിഷേകം. ഹല്ലേലൂയ, സ്തോത്രം. ചില അഭിഷക്തന്മാരുടെ കൂടെ പോയി ഞാൻ ശുശ്രൂഷയ്ക്ക് പോയിട്ടുണ്ട് കാലങ്ങളിലൊക്കെ. ചില പൈശാചിക ബന്ധനങ്ങൾ കഴിയുമ്പോൾ ഇവർ പറയും, അല്ല, തീ വരുന്നത്, എനിക്ക് അടുക്കരുത്, നീ എൻ്റെ അടുത്ത് നിൽക്കരുത്, എനിക്ക് അടുത്ത് നിൽക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ് ഓടി മാറുന്നത് കണ്ടിട്ടുണ്ട്. നമ്മുടെ അടുത്താണെങ്കിലോ, നമ്മുടെ അടുത്ത് തീയില്ല, പുകയില്ല, അല്ലേ? നമുക്ക് സത്യം പറഞ്ഞാൽ ചൊവ്വേ നേരെ ഒരു വാക്യം ശക്തമായിട്ട് പറയാനറിയാം. സൺഡേ സ്കൂളിൽ പഠിച്ചതൊക്കെ അന്ന് കിടപ്പുണ്ടല്ലേ? സൺഡേ സ്കൂളിൽ പഠിച്ച ഇഷ്ടംപോലെ എനിക്ക് ചിലരൊക്കെ പേര് പറയാൻ എനിക്ക് മനസ്സിലോട്ട് വരും. ഞാൻ പിന്നെ അങ്ങ് മനസ്സങ്ങ് താക്കും. കാരണം നിങ്ങൾക്കൊന്നും ആർക്കും പ്രയാസം തോന്നരുത്. ഞാൻ ആരുടെയും പേര് പറയും, പെട്ടെന്ന് വരുമ്പോഴേ ഇത് പിന്നെ ഞാൻ അങ്ങ് ഒതുക്കും. ആ ഒതുക്കുന്നുണ്ട് എന്താ പ്രശ്നം എന്നറിയാമോ? എനിക്കങ്ങ് വിട്ടുപോകും സംഭവം. അപ്പോൾ ഈ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞാൽ, അതുകൊണ്ട് ആരെയും പേര് ഞാൻ ഉദ്ധരിക്കുകയാണെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കരുത്. നിങ്ങളെല്ലാവരും അഭിഷക്തന്മാരാണ്, അഭിഷക്തകളാണ്. പക്ഷെ കുറച്ചുകൂടെ നിങ്ങൾ തീയായി മാറണം. ഹല്ലേലൂയ, സ്തോത്രം. പൈശാചിക മണ്ഡലങ്ങൾ നമ്മെ കാണുമ്പോൾ പറയണം, എന്താണ്? അയ്യോ, തീ ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല, ആലയത്തിനകത്തിരിക്കാൻ കഴിയുന്നില്ല, ആത്മാവിന്റെ ശക്തി അത്രമാത്രം വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. അവൻ ഓടിപ്പോകാൻ തുടങ്ങും. ശരിയല്ലേ? നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് സിനഗോഗിൽ പ്രസംഗിച്ചപ്പോൾ എങ്ങനെ ആയിരുന്നു? അവൻ ശാസ്ത്രിമാരെ പോലെയല്ല, പരീശന്മാരെ പോലെയല്ല അവൻ അന്ന് പ്രസംഗിച്ചത്. അവൻ അധികാരമുള്ളവനായി പ്രസംഗിച്ചു. അവൻ അധികാരമുള്ളവനായി പ്രസംഗിച്ചപ്പോൾ വിത്ത് അതോറിറ്റി he preached the word of God. What happened? Hallelujah. The devils cried out. പിശാച് അലറി. ഹല്ലേലൂയ, സ്തോത്രം. പിശാചിനിരിക്കാൻ കഴിയുന്നില്ല. പിശാചിനിരിക്കാൻ കഴിയരുത് നിന്റെ ശുശ്രൂഷയിൽ. ഇത് നമ്മുടെ കൂടാ പുള്ളി. ഹല്ലേലൂയ. പുള്ളിയെക്കാട്ടി തണുപ്പാ നമുക്ക്. നമ്മൾ 4 ബ്ലാങ്കറ്റ് നിൽക്കുമ്പോൾ പുള്ളിക്ക് ബ്ലാങ്കറ്റ് ഉണ്ട്. എന്നാലും പുള്ളി നമ്മുടെ കൂടെ നിൽക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്ക് നമ്മുടെ കൂടെ ഇരിക്കുന്ന ഇഷ്ടം. എന്നാൽ അഭിഷക്തൻ്റെ അടുത്ത് അവനത് കൃപയും ശക്തിയും നിറഞ്ഞവനായി. ആത്മനിറവിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃപയും ശക്തിയും നിറയും. ഇതിൻ്റെ അടുത്തിരിക്കുന്നവർ മനസ്സിലാക്കണം, ഇവൻ സംതിങ് ഡിഫറെൻ്റ് ആണ്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് എപ്പോഴും എൻ്റെ പേഴ്സണൽ എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഗ്ലസ്റ്റംബറി എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ ഔട്ട്റീച്ച് മിനിസ്ട്രിക്ക് പോയി. നിങ്ങൾ കേട്ടിട്ടില്ലാത്തവർക്ക് പറയാം. അവിടെ ചെന്നപ്പോൾ അത് ഈ പൈശാചിക മേഖലകൾ കൊടികുത്തി വാഴുന്നൊരു സിറ്റിയാണ്. ആ സമയത്ത് നടക്കുന്നത് അവിടെ മ്യൂസിക് ഫെസ്റ്റ് നടക്കുകയാണ്, ഡെവിൾസ് വർഷിപ്പ്. വി ബീൻ ദർ, so many priests are there. I am thinking they are all priests, but they are priests, negative spirit. They are holding negative spirit. അവർ കോണൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പ്രൊഫസി പറയും. ആൾക്കാർ ക്യൂ നിൽക്കുക. ഒരു സ്ത്രീ എൻ്റെ നേരെ നോക്കിയിട്ട് പറഞ്ഞു, യുവർ സ്മെൽ, ഐ കാണ്ട് അഫോർഡ് യുവർ സ്മെൽ. നിൻ്റെ സ്മെൽ എനിക്ക് പിടിക്കുന്നില്ല. അപ്പോൾ എൻ്റെ അടുത്ത് നേരത്തെ ഇവിടെ ചർച്ച വരുന്നൊരു സഹോദരി ഉണ്ടായിരുന്നു, സിസ്റ്റർ അനിത എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, സിസ്റ്ററെ ചാളയുടെ മണമുണ്ടോ എന്ന് ചോദിക്കുമെന്ന് ചോദിച്ചു. കാരണം നമുക്ക് സാധാരണ മലയാളികൾക്ക് അങ്ങനെയാണല്ലോ, തമിഴന്മാർക്കും ശരിയല്ലേ? ഈ ചാളയുടെയും നമ്മുടെ കോട്ടെല്ലാം എപ്പോഴും ഇവിടെ ആയിരിക്കും, കിച്ചണിലായിരിക്കും. സത്യം പറഞ്ഞാൽ അങ്ങനെ ഇട്ടുകൊണ്ട് പോകരുത്, ഡ്യൂട്ടിക്കൊന്നും പോകരുത്. അവർക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യും.
ആമീൻ. നമ്മളങ്ങനെയൊക്കെ പോയാൽ പെട്ടെന്ന് ഞാൻ ചാടി ഇറങ്ങി കസ്റ്റമറൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അദ്ദേഹത്തെല്ലാം കുറച്ച് സ്പ്രേ ഒക്കെ അടിച്ചിട്ടേ കയറി ഇരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ മറന്നു പോകരുത്. നമ്മുടെ സ്മെല്ലെന്ന് വെച്ചാൽ ഭയങ്കരമാണ്. അപ്പോൾ ഞാൻ സിസ്റ്റർ അനിതയോട് ചോദിച്ചു, സിസ്റ്റർ വല്ല ചാളയുടെ മണമുണ്ടോ? ഇന്നലെ ചാളയൊന്നും വറുത്തില്ലായിരുന്നു. പുള്ളിക്കാരത്തി പറഞ്ഞു, ഒന്നുമില്ല ബ്രദറെ, ഒരു മണവും ഇല്ലെന്ന് പറഞ്ഞു. പുള്ളിക്കാരത്തി വീണ്ടും പറയുകയാണ്, നിങ്ങളുടെ മണം ഞങ്ങൾക്ക് പിടിക്കുന്നില്ല, ഈ സിറ്റി വിട്ട് പോകണം. പിന്നെ സംഭവം നമുക്ക് പിടിച്ചത്, പിശാചിനറിയാവുന്ന നിൻ്റെ മണം, നിൻ്റെ ശരീരത്തൊരു വാസനയുണ്ടെന്ന്, നിൻ്റെ ശരീരത്തൊരു വാസനയുണ്ടെന്ന്, നിൻ്റെ ശരീരത്തൊരു തീയുടെ അഭിഷേകം. സ്തെഫാനോസ് തീയായി മാറി, കൃപയും സത്യവും നിറഞ്ഞവനായി. അല്ലെങ്കിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ചെയ്യാൻ തുടങ്ങി. കാരണം എന്താ? യു ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ്. സെക്കൻഡ് അഡ്വാൻറ്റേജ്, ത്രൂ യുവർ മിനിസ്ട്രി you are operating the gift of Holy Spirit. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളെ ഓപ്പറേറ്റ് ചെയ്യും. എത്ര നാളായി രക്ഷിക്കപ്പെട്ടിട്ട്, എത്ര നാളായി സ്നാനപ്പെട്ടിട്ട്, ചൊവ്വേ നേരം നല്ല അന്യഭാഷ പറയാൻ പോലും നമുക്ക് കഴിയുന്നില്ല. അന്ന് കിട്ടിയ 4 അന്യഭാഷയുണ്ട്. എഴുതി വെച്ചു 4 എണ്ണത്തിൽ കൂടുതലുണ്ടോ എന്ന്. And when we got 4 different tongues when 20 years back. Today also we are keeping that, isn't it? അത് എൻ്റെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പോവുക. പുതിയതൊന്നുമില്ല. ശരിയല്ലേ? കാരണം എന്താണെന്നറിയാം? ഒന്നാമത്തെ കാര്യം, സഭയ്ക്കകത്ത് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ അവസരം കൊടുക്കുന്നില്ല. നമുക്ക് അടി കഴിഞ്ഞിട്ട് വേണ്ട ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ. സഭയ്ക്കകത്ത് അടി കഴിഞ്ഞിട്ട് വേണ്ട ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ. പഴയ കാലങ്ങളിൽ എന്തായിരുന്നു? ഹല്ലേലൂയ, ഇത് ഓപ്പറേറ്റ് ചെയ്യായിരുന്നു. ഈ ദിവസങ്ങളൊക്കെ പരിശുദ്ധാത്മാവ് ശക്തമായി പരിശുദ്ധാത്മാവിനെ പറ്റിയാണ് പറയുന്നത്. പരിശുദ്ധാത്മാവിന് നമ്മൾ പ്രവർത്തിക്കാൻ അവസരം കൊടുത്താൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. ഹല്ലേലൂയ, മറന്നു പോകരുത്. ഇന്ന് പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ അവസരമില്ല. നമ്മുടെ ആലയത്തിൽ അങ്ങനെ ആകരുത്. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം. ഇവിടെ നിൽക്കുന്ന ഞങ്ങൾ മാത്രമല്ല ഇവിടെ ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. ഈ കുഞ്ഞുങ്ങൾ മുന്നോട്ട് വന്ന് ഓപ്പറേറ്റ് ചെയ്യണം. ഈ കുഞ്ഞുങ്ങൾ മുന്നോട്ട് വന്ന് പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളെ ഓപ്പറേറ്റ് ചെയ്യണം. പരിശുദ്ധാത്മാവിൻ്റെ കൃപ വന്നു കഴിയുമ്പോൾ കൃപാവരങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും. ആമീൻ. അടുത്തത് അപ്പോസ്തല പ്രവൃത്തി 8:4 മുതൽ 8 വരെ ഒന്ന് വായിച്ചാട്ടെ. ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചും കൊണ്ട് അവിടെ സഞ്ചരിച്ചു. മതി. You filled with the Holy Spirit. Third advantage, maybe you separated. Maybe you got a sickness, problems, worries, difficulties. Maybe every people are pointing on you. You are alone. ഇതുകൊണ്ട് ഇതിനകത്ത് മറന്നു പോകരുത്. ഹല്ലേലൂയ. അവരെന്തായിരുന്നു? ആത്മാവും വിശ്വാസവും നിറഞ്ഞ പുരുഷന്മാരായിരുന്നു, അല്ലേ? എന്നാലും എന്ത് പറ്റി? ചിതറിപ്പോയി. ഫിലിപ്പോസും കൂട്ടരും എന്ത് ചെയ്തു? ചിതറിപ്പോയി. ഈ ദൈവത്തെ അറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് പെന്തക്കോസ്തിൻ്റെ അനുഭവത്തിലേക്ക് വന്നു കഴിയുമ്പോൾ എല്ലാം പെർഫെക്റ്റായി എന്ന് ചിന്തിക്കരുത്. പെന്തക്കോസ്തിൽ നിൽക്കുന്ന അഭിഷക്തന്മാരോട് അവരുടെ കുടുംബങ്ങളോട് ചോദിച്ചാൽ അവർ പറയും, അന്ന് മുതലാണ് വീണ്ടും പ്രശ്നങ്ങൾ തുടങ്ങിയത്. പ്രശ്നത്തിൻ്റെ മണ്ടയ്ക്ക് പ്രശ്നം. പക്ഷേ കൃപ ദൈവം തന്നു. കൃപ ദൈവം തന്നു. അതാണ് ഏറ്റവും വലിയ കാര്യം. The third advantage, maybe you are facing sickness, problems, worries, difficulties, separation, whatever it is. But his promise is always with us. I am with you, end of your life. അല്ലേ? പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിച്ചു കഴിയുമ്പോൾ ഇവിടെ കാണുന്നു അവർ ചിതറിപ്പോകുവാനിടയായി. വെറുതെ വീട്ടിൽ നിന്ന് ഓടിപ്പോയതല്ല. അപ്പനെ അമ്മയും ചീത്ത വിളിച്ചു വീട്ടിൽ നിന്ന് പോകുന്ന കാര്യമല്ലിത്. കർത്താവിനെ പറ്റി പറഞ്ഞപ്പോൾ ദേശം അവരുടെ ഭവനത്തിൽ നിറക്കി, വില്ലേജിൽ നിറക്കി, അവരെ സെപ്പറേറ്റഡ് ആക്കി, അവരെ ഒറ്റപ്പെടുത്തി, അവരെ നിരാശപ്പെടുത്തി. പക്ഷെ അവരാരും പതറിപ്പോയില്ല. അവരെന്ത് ചെയ്തെന്നറിയാമോ? യേശുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. You filled with the Holy Spirit, without a shame you have proclaimed Jesus' name. Hallelujah. നീ ആത്മാവിൽ നിറഞ്ഞു കഴിയുമ്പോൾ
എന്താ നടക്കുന്നത് അറിയാമോ? സുവിശേഷം പറയാൻ തുടങ്ങും. സുവിശേഷം പറയാൻ തുടങ്ങും. ഹല്ലേലൂയ. സെപ്പറേഷൻ അവർക്കൊരു വിഷയമല്ല, ഒറ്റപ്പെടൽ അവർക്കൊരു വിഷയമല്ല, വേദന അവർക്കൊരു വിഷയമല്ല, ആര് കൂടെ നിൽക്കുമെന്നുള്ള അവർക്കൊരു വിഷയമല്ല. അവർ യേശുവിനെ പറയാൻ തുടങ്ങി. ആമേൻ. യേശുവിനെ പറയാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇത് നിസ്സാര കാര്യമല്ല യേശുവിനെ പറ്റി പറയുന്നത്. ഇതെന്താണെന്ന് അറിയാമോ? ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഇഷ്ടമായത് അവനെ പറ്റി പറയുക എന്നുള്ളത് അല്ലേ? ഒരു വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന് 33-ാം വാക്യം വായിച്ചേ. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നോക്കിക്കേ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. They are separated because of sake of God, isn't it? Hallelujah. They are separated because of Jesus. പക്ഷെ കർത്താവ് പറയുകയാണ്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നമ്മളാണെങ്കിൽ എന്താ പറയും? അവൻ്റെ പോക്ക് കണ്ടപ്പോഴേ എനിക്കറിയാമായിരുന്നു, ബാക്കി ആർക്കും ഒരു കുഴപ്പമില്ല. ഉണ്ടോ? ആർക്കെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുന്തോ അറിയാത്തവന് ജോലിയാണ്, ഒരു കുന്തോ അറിയാത്തവന് എല്ലാ കാര്യങ്ങളും ഉണ്ട്, ഒരു പ്രശ്നവും ഇല്ല. പക്ഷേ അവൻ ദൈവത്തെ വിളിക്കുന്നവനാന്ന് പറഞ്ഞിട്ട് അവൻ്റെ ജീവിതത്തിൽ എല്ലാം പ്രശ്നമാണല്ലോ. ഹല്ലേലൂയ. പക്ഷെ കർത്താവ് പറഞ്ഞു, യു ആർ മൈ ചൈൽഡ്, യു ആർ മൈ ചൈൽഡ്, യു ആർ മൈ ബിലവഡ് വൺ. Maybe people are hate you, maybe people are separating you, maybe you are alone, maybe you got a sickness and problems in your life, but don't worry about anything. I am overcome everything. I overcome everything. Hallelujah. ഞാൻ ഇതിനെയെല്ലാം ഓവർകം ചെയ്തവനാണ്. ആ കർത്താവ് നിന്റെ കൂടുണ്ട്, ആ കർത്താവ് നിന്റെ കൂടുണ്ട്. കർത്താവ് ഇന്ന് പകൽക്കാലം ചിലരോട് ദൈവാലോചന പറയുക. ഹല്ലേലൂയ. നീ പോകുന്ന വേദന, നീ പോകുന്ന ഭാരം, നീ പോകുന്ന കണ്ണുനീര്, നീ പോകുന്ന ഒറ്റപ്പെടല് കർത്താവ് അറിയുന്നുണ്ട്. അവൻ അറിയാതിട്ടല്ല. പക്ഷേ എന്താണെന്ന് അറിയാമോ? നീ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായതുകൊണ്ട്. ഹല്ലേലൂയ. ലോകം പറയും, എന്തേ നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചത്, എന്ത് നിന്റെ തലമുറയിൽ ഇങ്ങനെ സംഭവിച്ചത്, എന്താ നിന്റെ കുടുംബത്തിൽ ഇങ്ങനെ സംഭവിച്ചത്. പക്ഷെ നീ പിറകു പറയാൻ കഴിയണം, ഒന്നും സംഭവിച്ചിട്ടില്ല. ലോകത്തിൽ നിന്റെ കർത്താവ് എനിക്ക് തന്ന വാഗ്ദത്തമുണ്ട്, ലോകത്തിൽ നിനക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. End of your life, I am with you. Whatever distress, whatever problems, whatever worries, whatever sickness you are suffering, doesn't matter. I am with you. End of your life. That is the advantage. You filled with the Holy Spirit. That is the advantage we have. Hallelujah. Maybe you are alone. Maybe people are questioning you. Maybe you are separated. It doesn't matter. കർത്താവ് പറയുകയാണ്, in the world you will have a tribulation, but take heart, I have overcome the world. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതാണ് കർത്താവിൻ്റെ വാഗ്ദത്തം. ഹല്ലേലൂയ. പ്രശ്നങ്ങളുടെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ, കണ്ണുനീരിന്റെ നടുവിൽ, ഒറ്റപ്പെടലിന്റെ നടുവിൽ അല്ല, മാനുഷിക സംസാരമല്ല സംസാരിക്കേണ്ടത്. കർത്താവ് എന്നോട് പറഞ്ഞ വാഗ്ദത്തമാണ്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. മൈ ഡിയർ സൺ, മൈ ഡിയർ ഡോട്ടർ, ഡോണ്ട് വറി അബൌട്ട് എനിത്തിങ്. ഐ ആം വിത്ത് യു. എൻഡ് ഓഫ് യുവർ ലൈഫ് യു വിൽ ഓവർകം എവറി സിറ്റുവേഷൻ by the power of God, by the name of Jesus. Hallelujah. And fourth one, what is the advantage?
Acts chapter 8 verse 8. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. എന്നാൽ ശീമോൻ എന്നു പേരുള്ള ഒരു പുരുഷൻ ആ പട്ടണത്തിൽ ആഭിചാരം ചെയ്തു. അടുത്തതെന്ന് പറയുന്നത്, you filled with the Holy Spirit. Fourth advantage is your city will full of joy. Hallelujah. നീ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാൽ നീ ആയിരിക്കുന്ന പട്ടണം മുഴുവൻ സന്തോഷം കൊണ്ട് നിറയും. ഇനി അങ്ങോട്ട് താഴോട്ട് ഇറങ്ങി വന്നാൽ, ഹല്ലേലൂയ, നീ ആദ്യം സന്തോഷം കൊണ്ട് നിറയും. നിന്റെ കുടുംബം സന്തോഷം കൊണ്ട് നിറയും. നിന്റെ തലമുറ സന്തോഷം കൊണ്ട് നിറയും. I'm requesting you, every brothers and sisters, you should filled with the Holy Spirit. That is advantage for your personal life. That is advantage for your family life. That is advantage for your children's. Do you want that advantage? നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ ഇന്ന് പകൽക്കാലം? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാലുള്ള ഗുണം നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ സന്തോഷത്താൽ നിറയാൻ തുടങ്ങും. നിരാശ മാറിപ്പോകും. ഹല്ലേലൂയ. വേണ്ട സമയത്ത് വേണ്ട സ്ഥാനത്ത് റൈറ്റ് ഡിസിഷൻ റൈറ്റ് ടൈം എടുക്കാൻ കഴിയും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ്, വെള്ളത്തിന്റെ മേൽ പരിവർത്തിച്ച ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കും. മനുഷ്യൻ മാറി നിൽക്കുന്നിടത്ത്, ദേശം മാറി നിൽക്കുന്നിടത്ത്, ഒറ്റപ്പെടലിന്റെ സ്ഥാനത്ത്, പ്രതിസന്ധിയുടെ സ്ഥാനത്ത് പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങൾ അടിച്ച് അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ. സന്തോഷം കൊണ്ട് നിറയാൻ പോകുക നിന്റെ കുടുംബം, നിന്റെ വ്യക്തിപരമായ ജീവിതം, നിന്റെ കുടുംബ ജീവിതം, നിന്റെ തലമുറയുടെ ജീവിതം സന്തോഷം കൊണ്ട് നിറയാൻ പോകുക. വിശ്വസിക്കുന്നവർ മാത്രം അന്യഭാഷയിൽ അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവമൈതലേ, നീ ആത്മാവിൽ നിറയുവാൻ ഇന്ന് പകൽക്കാലം ആഗ്രഹിച്ചാൽ നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ സന്തോഷം നിറയാൻ പോകുക. നിന്റെ കുടുംബത്തിൽ സന്തോഷം നിറയാൻ പോകുക. നിന്റെ തലമുറയിൽ സന്തോഷം നിറയാൻ പോകുക. റിസീവ് ചെയ്യുന്നവർ ഏറ്റെടുത്ത് കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. സന്തോഷം കൊണ്ട് നിറഞ്ഞു. സന്തോഷം കൊണ്ട് നിറയാൻ കാരണം എന്താണെന്നറിയാമോ? ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് യേശുവിനെ പറ്റി പ്രസംഗിച്ചു. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്? അവൻ്റെ സാക്ഷിയാകുക എന്നുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന് പറയുന്നത് അവൻ്റെ സാക്ഷിയാകുക എന്നുള്ളതാണ്. ആമേൻ. ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം നമ്മളെ പറ്റിയുള്ളത് അവൻ്റെ സാക്ഷിയാകുക, അല്ലേ? അവൻ ഉയർത്തെഴുന്നേറ്റ ശേഷം 40 ദിവസം ശിഷ്യന്മാരുടെ കൂടെ ഇരുന്നു, അല്ലേ? താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അവർക്ക് വെളിപ്പെടുത്തി. ആഫ്റ്റർ ദാറ്റ് അവൻ എന്ത് ചെയ്തു? ഉയരത്തിലേക്ക് കയറി. അതിനു മുമ്പ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ അവസാനത്തെ ഒരു കമാൻഡ്മെൻ്റ് ഉണ്ട്. തൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം പകർന്ന ഒരു വേടുണ്ട്. എന്താണ്? മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 19 മുതൽ വായിച്ചാട്ടെ. 18 മുതൽ. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് അരുളി ചെയ്തു. What is the fifth advantage? You filled with the Holy Spirit. Not only this advantage, more than that. More than that, hallelujah, you should be witness for Jesus Christ. സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ പുറപ്പെടണം. നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം സകലരെയും ശിഷ്യരാക്കിക്കൊള്ളണം. ദിസ് ഇസ് ദ ഹാർട്ട് ഓഫ് ഗാഡ്. ഇതാണ് ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം. ബാക്കിയൊക്കെ പാർട്ടാണ് ഇതിൻ്റെ. ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം ഇതാണ്: അവൻ്റെ സാക്ഷികളാകുക നാം. ഹല്ലേലൂയ.
അതിനെന്ത് വേണം? യു ഷുഡ് ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. സാക്ഷികളായെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. സാക്ഷികളാകണമെങ്കിൽ നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് നമ്മൾ മാറണം. നമ്മുടെ ഇഷ്ടങ്ങളിൽ നിന്ന് നമ്മൾ മാറണം. നമ്മുടെ ആഗ്രഹങ്ങളിൽ നിന്ന് നമ്മൾ മാറണം. Jesus Christ spoke to his disciples, those who follow me, what he said? Deny yourself. Deny yourself and take your cross. കർത്താവിൻ്റെ ക്രോസ് നെഞ്ചത്തിട്ടുകൊണ്ട് നടക്കാനാണ്. Take your cross and follow me. Hallelujah. ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഹല്ലേലൂയ. ഇതാണ് പ്രമാണം. തന്നെത്താൻ ത്യജിക്കുക. Deny yourself, your power, your authority, your qualification, your handsome, whatever it is, whatever you are boosting your personal life, you should deny everything for the sake of Christ. Otherwise you are not follower of Jesus Christ. Hallelujah. ക്രിസ്തുവിനെ അനുകരിക്കണമെങ്കിൽ തന്നെത്താൻ ത്യജിക്കണം. ഹല്ലേലൂയ. തിരുവചനം എന്താണ് പറയുന്നത് അതനുസരിക്കാൻ നാം തയ്യാറാകണം. വചനം എന്താണ് നമ്മളോട് പറയുന്നത്? നമുക്കത് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 8:26 മുതൽ താഴോട്ട് വായിച്ചാട്ടെ. അനന്തരം കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരുശലേമിൽ നിന്ന് ഗസ്സയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോകുക എന്ന് പറഞ്ഞു. നോക്കിക്കേ, ഇവിടെ ഹോളി സ്പിരിറ്റ് spoke to Philippos, isn't it? ഫിലിപ്പോസിനോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാ. എപ്പോഴാണ് ഇടപെടുന്നതെന്ന് അറിയാമോ? ഹലോ, ഇൻ ശമറിയ they had a big revival. That whole city was joy. Hello, through whom ministry? Which ministry? Through ഫിലിപ്പോസിന്റെ മിനിസ്ട്രി മൂലം അല്ലേ? ഫിലിപ്പോസിന്റെ ശുശ്രൂഷയിൽ കൂടെ ശമരിയ പട്ടണം മുഴുവൻ ഉണർവിലേക്ക് വന്നു. Big revival happened in that city. In that particular moment, Jesus Christ, the Spirit of God spoke to Philippos. ഭയങ്കര ഉണർവ് നടന്ന് നിൽക്കുക. നിങ്ങൾക്കൊന്നുകൊണ്ട് മനസ്സിലാകാൻ പറഞ്ഞാൽ മറനദ ഫുൾ ഗോസ്പൽ ചർച്ചിനകത്ത് ഭയങ്കര ഉണർവ്. ഇവിടെ ഇരിക്കാൻ സ്ഥലമില്ല, പുറത്തും ഇരിക്കാൻ സ്ഥലമില്ല, കാറൊന്നും പാർക്ക് ചെയ്യാൻ അവിടെ സ്ഥലമില്ല. ആൾക്കാർ നിറഞ്ഞു നിൽക്കുക. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. The name of Jesus. Hallelujah. അങ്ങനെ നിൽക്കുമ്പോൾ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോവുക. കർത്താവിൻ്റെ സംസാരം കേൾക്കുക. ഷിനു, ഞാൻ നിന്നെ നോർത്ത് ഇന്ത്യക്ക് വിടാൻ പോവാ. എന്തായിരിക്കും ഞാൻ എന്തായിരിക്കും പറയുന്നത്? ഞാൻ ആദ്യം എൻ്റെ ഭാര്യയോട് ഇങ്ങനൊരു ശബ്ദം കേട്ടായിരുന്നു. അവൾ പറയും അങ്ങനെ ഒരു ശബ്ദമേ കേട്ടിട്ടില്ല. അവളങ്ങനെ പറയത്തില്ല കേട്ടോ. അവൾ പറയും അച്ഛനോട് എന്താ പറഞ്ഞെന്ന് വെച്ചാൽ പൊക്കൂ, ഞാൻ പോയിട്ട് സമയം പോലേക്ക് വന്നാൽ മതി. ഓക്കെ. അപ്പം ഞാനും ചോദിക്കുന്നത് ശരിയാണോ? കാരണം റിവൈവൽ നടന്നുകൊണ്ടിരിക്കുക. 2010 മുതലുള്ള ശുശ്രൂഷയാ. നടന്നിടത്തൊക്കെ അടിയും തല്ലും ബഹളവുമായിട്ടേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. ഒറ്റപ്പെടുത്തി കളഞ്ഞ അവസ്ഥകളുണ്ട്. കർത്താവ് ഇപ്പോഴാണ് ഇച്ചിര ഒരനക്കം വെച്ചത്. അത് കഴിഞ്ഞപ്പോഴത്തേന് വേണ്ട ഇവിടെ മുഴുവൻ അങ്ങ് നിറയുക. ഈ സമയത്ത് വേണോ കർത്താവേ ഞാൻ നോർത്ത് ഇന്ത്യക്ക് പോകാൻ? ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ അയച്ചു കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്താൽ പോരായോ? നമ്മുടെ കംഫർട്ട് സോൺ വിടാൻ നമുക്ക് ബുദ്ധിമുട്ടാ. ഹല്ലേലൂയ. You filled with the Holy Spirit. You are a right servant of God. You are a right believer. I'm not mentioning servant of God. We are believers. വിശ്വാസികൾ നമ്മുടെ കംഫർട്ട് സോൺ വിടാൻ തയ്യാറാകണം. ഹല്ലേലൂയ. അവിടെ സന്തോഷം കൊണ്ട് നിറയുക ശമരിയ പട്ടണം. പുള്ളി അങ്ങോട്ട് നിന്ന് കഴിഞ്ഞാൽ ആൾക്കാർ ക്യൂ നിൽക്കുക അല്ലേ? ഹല്ലേലൂയ. ഫിലിപ്പോസ് വെച്ചാൽ ഞങ്ങൾക്ക് വേണ്ടി
പ്രാർത്ഥിക്കണം, കൊച്ചിന് വിസ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എന്നിട്ട് അവന് രോഗമായിട്ട് കിടക്കുന്നു, അവർ ക്യാൻസറാണ്, അവൻ പാരലൈസ്ഡ് ആയിട്ട് കിടക്കുന്നു, സമയമില്ല, അത് ഫുൾ ബുക്കിങ്ങാ. ഈ സമയത്താണ് പറയുന്നത് ഗസയ്ക്ക്. ഞാനിപ്പോൾ ഇന്നൊന്ന് ചിന്തിച്ചതാണ്, ഈ ഗസ എന്ന് പറയുന്ന സ്ഥലം ഇതുമായിട്ട് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് ഞാനത് നോക്കി പഠിച്ചതാണ് കേട്ടോ, അല്ലാതെ എൻ്റെ ബുദ്ധിയിൽ പറഞ്ഞതല്ല. അപ്പോൾ ഈ സ്ഥലം, ഈ ഉണർവ് നടത്തുന്നത് നിന്നും എവിടെയാണ് ഉണർവ് നടന്നത്? ശമരിയയിൽ. ശമരിയയിൽ നിന്ന് ഗസയ്ക്കുള്ള ദൂരമെന്ന് പറയുന്നത് ഏകദേശം 160 കിലോമീറ്റർ എന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. 160 കിലോമീറ്റർ ഈ മനുഷ്യൻ എങ്ങനെ പോയി? അതും മരുഭൂമി അല്ലേ? ഇപ്പുറത്ത് വലിയ റിവൈവൽ ഹാപ്പൻസ് ഓൾറെഡി, isn't it? Ministry is flourishing. മനുഷ്യൻ ആദ്യം എന്താ പറയും? ആ മനുഷ്യൻ തലയ്ക്ക് സുഖമില്ല ഇല്ലേ? ആ മനുഷ്യന് തലയ്ക്ക് ഇപ്പോഴാണെന്ന് പച്ച പിടിക്കാൻ തുടങ്ങിയത്. ആ മനുഷ്യനെ തലയ്ക്ക് സുഖമില്ലെന്ന് പറയും. പക്ഷേ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരെന്ത് ചെയ്തെന്നറിയാമോ? അവൻ്റെ കംഫർട്ട് സോട്ടിനെ മാറ്റിവെച്ചു. കർത്താവ്, എന്താ എന്നോട് പറയാനുള്ളത്? എൻ്റെ കുടുംബത്തോട്, എൻ്റെ ജീവിത പങ്കാളിയോട്, എൻ്റെ സഭയോട് വ്യക്തിപരമായി എന്താ കർത്താവ് എന്നോട് അറിയിക്കാനുള്ളത്? അങ്ങ് പറഞ്ഞാട്ടെ. ഇത് ഞാൻ എൻ്റെ വെറുതെ പറയുന്ന കാര്യമല്ല. ഞാൻ എക്സിറ്റർ ദേശം, എനിക്ക് ചില സഹോദരന്മാരോട് വന്നിട്ട് ദേശ ശുശ്രൂഷ ചെയ്ത ആളാണ്. ആ സമയത്തൊക്കെ നല്ല ശുശ്രൂഷയാണ്. അവിടുന്ന് ആ ദേശത്ത് തന്നെ ചർച്ച് തുടങ്ങാൻ വീണ്ടും അതിൻ്റെ ആൾക്കാർ എന്നോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, അവിടെ നമ്മളിനിയും തുടങ്ങത്തില്ല ചർച്ച, വേറൊരു സ്ഥലത്ത് ഞാൻ പോയി തുടങ്ങും. ഒറ്റയ്ക്കേ ഉള്ളെങ്കിലും വേറൊരു സ്ഥലത്ത് തുടങ്ങും. കർത്താവേ, എവിടെയായിരുന്നാലും അങ്ങയുടെ വാക്ക് കേൾക്കാൻ എന്നെ സഹായിക്കണം. അതുപോലെ ഇന്ന് ജോൺ തൻ്റെ ഇതിൽ പറഞ്ഞപ്പോൾ, വചന ശുശ്രൂഷ പറഞ്ഞപ്പോൾ ഒരു കാര്യം എന്നെ ചിന്തിപ്പിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അമ്മ ഇവിടെ ഇരിപ്പുണ്ട്. അത് നിങ്ങൾ മർത്തമാക്കാരാണ്, ബന്ധക്കോസിലൊന്നുമല്ല. എന്നാൽ ഞങ്ങളിങ്ങനെ പാട്ടിനും പ്രാർത്ഥനയ്ക്കും ഒക്കെ പോകും. വഴിയെ വരുന്ന സമയത്ത്, എൻ്റെ പപ്പ ഒരു മിലിറ്ററിക്കാരനായിരുന്നു. വഴി വരുന്ന സമയത്ത് ഈ കവലക്കൊക്കെ, ഓതറ കവല, ഒരു ആൽത്തറ ജംഗ്ഷൻ എന്ന് പറയുന്നൊരു കവലയുണ്ട്. അവർക്കൊക്കെ നമ്മളെ അറിയാം. വരുന്ന സമയത്ത് എൻ്റെ കയ്യിലും അമ്മയുടെ കയ്യിലൊക്കെ ബൈബിൾ കാണും. എൻ്റെ കൈ ബൈബിൾ കാണുമ്പോൾ ഉടനെ ആൾക്കാർ പറയണം, മോനെ പപ്പ പോയിട്ട് വരുന്ന ഒരു കുപ്പി അവിടെ വെച്ചേക്കാൻ പറഞ്ഞേക്കണമെന്ന് പറയും. ഇത് കേട്ട് കേട്ട് ഞാൻ മടുത്തു. എനിക്കാന്ന് എൻ്റെ അപ്പനോട് നേരിട്ട് വർത്താനം പറ, കാരണം പുള്ളി ഇച്ചിരി കണ്ടാൽ ഇച്ചിരി ഇതാണെങ്കിലും ആളെ ശുദ്ധനായിരുന്നു. എൻ്റെ അമ്മ അതിലും പ്രയാസമാണ്. അപ്പം ഒരടി അടിച്ചാൽ പുള്ളിക്കാരത്തി പറയും കാലും കൊണ്ട് തട്ടുവരുത്. അപ്പം ഞാൻ ഈ കാര്യങ്ങളൊന്നും പപ്പയോട് അങ്ങനെ പറയത്തില്ല. ഒരു ദിവസം ഞാൻ വന്നിട്ട് പറഞ്ഞു, പപ്പ ഞങ്ങൾക്ക് ഇങ്ങനെ കേൾക്കാൻ പറ്റത്തില്ല, ഞാൻ ഈ ബൈബിളും കൊണ്ട് പോവുക. പപ്പ കുടിക്കത്തില്ല ആ സമയത്ത്. പക്ഷേ ഇത് ജോൺ പറഞ്ഞതുപോലെ 100 പൗണ്ടിന് കിട്ടുന്ന 100 ഇവിടുത്തെ പൗണ്ട്, അല്ലെങ്കിൽ 100 രൂപയ്ക്ക് കിട്ടുന്ന സാധനം വിൽക്കുന്നത് 1000-1500 രൂപയ്ക്ക് വിൽക്കാം. അപ്പോൾ ഒരു 10-12 കുപ്പി കിട്ടിയാൽ ആ ഒരു മാസത്തേക്കിനുള്ള ആദായം ഓക്കെ ആയി. ഞാൻ പറഞ്ഞു, അപ്പാ ഞങ്ങൾ ബൈബിൾ കൊണ്ട് പോവുക, ഈ പരിപാടി ഇവിടെ നടക്കത്തില്ല. ഒന്നീ പപ്പായിക്ക് നമുക്കൊരു ബാറാക്കാം. എൻ്റെ അപ്പൻ പിറ്റേ മാസം മുതൽ ആ പരിപാടി സ്റ്റോപ്പ് ചെയ്തു. ഞാൻ ബന്ധക്കോസുകാരനൊന്നുമല്ല, മർത്തോക്കാരനാണ്. അന്ന് ആ പരിപാടി സ്റ്റോപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് ഇഷ്ടംപോലെ പ്രലോഭനങ്ങൾ പുള്ളിക്കുണ്ടായി. പുള്ളി പോയിട്ടില്ല. ഞാനിപ്പോഴും എൻ്റെ പിതാവിനെ ഓർക്കുന്ന മനുഷ്യൻ്റെ ദൈവസ്നേഹം, അല്ലെങ്കിൽ എന്നോടുള്ള കരുതൽ. 10,000-5000 രൂപ അന്നത്തെ സമയത്തെന്ന് വെച്ചാൽ കുറവൊന്നുമല്ല, തനിക്കൊരു വലിയ മൂല്യമാണ്. പക്ഷേ തൻ്റെ മകൻ വന്ന് ആത്മാർത്ഥതയോടൊരു കാര്യം പറഞ്ഞപ്പോൾ താൻ ആ പോക്ക് നിർത്തി. ഫാനിനൊക്കെ പോയി മേടിക്കാൻ പോയി കഴിഞ്ഞാൽ ഉഷയുടെ ഫാനാന്നൊക്കെ 1500 പൗണ്ടിൻ്റെ ഫാനിന് 150-200 രൂപ കൊടുത്താൽ മതി. പക്ഷേ കുപ്പി മേടിക്കാതെ ഈ സാധനം കിട്ടത്തില്ല. പപ്പ അത് നിർത്തി. പിന്നെ പലരും ആ കാർഡ് പുള്ളിയോട് ചോദിച്ചു, പുള്ളി കൊടുത്തില്ല. കാരണം നമ്മുടെ ഒരു പരിപാടിയാണ്, ഞാൻ ഉപയോഗിക്കത്തില്ല. ഞാൻ ആരാ? ഞാൻ ഹോളിയാ. പക്ഷെ മറ്റുള്ളവരെ നമ്മൾ കുടിപ്പിക്കും. മറ്റുള്ളവരെ നമ്മൾ കുടിപ്പിക്കും. ഞാൻ ഹോളിയാണ്, ഞാൻ പെന്തക്കോസുകാരാണ്, പക്ഷെ നീ കുടിച്ചോ. എൻ്റെ ജീവിതത്തിലെ അനുഭവം പറഞ്ഞത്. ജോൺ അതിനെ ടച്ച് ചെയ്തുകൊണ്ട് പറഞ്ഞതാ. ഹല്ലേലൂയ. അപ്പം അന്ന് എൻ്റെ വാക്ക് കേട്ടു.
അത് കഴിഞ്ഞാൽ പിന്നെ പുള്ളി സ്റ്റോപ്പ് ചെയ്തു. തൻ്റെ ആ അല്ലെങ്കിൽ തനിക്കുള്ള നന്മ വേണ്ടാന്ന് വെച്ചു. മരിക്കുന്നത് വരെ പിന്നെ പോയിട്ടില്ല. ഹല്ലേലൂയ. എൻ്റെ ജീവിതമാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. നമ്മുടെ കംഫർട്ട് സോൺ എന്ന് മാറ്റി വെക്കാൻ കഴിയുമോ അന്ന് പരിശുദ്ധാത്മാവ് നിന്നെ നിറയ്ക്കും. കംഫർട്ട് സോൺ. നമുക്ക് പലപ്പോഴും നമ്മുടെ കംഫർട്ടിൽ ഇത് വേണം ശുശ്രൂഷ ചെയ്യാൻ. വേദന നമുക്ക് ഇഷ്ടമല്ല, ഭാരം നമുക്ക് ഇഷ്ടമല്ല, ജഡ്ജ്മെന്റ് നമുക്ക് ഇഷ്ടമല്ല, കറക്ഷൻ നമുക്ക് ഇഷ്ടമല്ല. ഹല്ലേലൂയ. ആരും നമ്മളോടൊന്നും ഇങ്ങോട്ട് പറയരുത്, അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കണം. നടക്കത്തില്ല, അത് നടക്കത്തില്ല. കറക്റ്റ് ചെയ്യേണ്ടതാണെങ്കിൽ കറക്റ്റ് ചെയ്യണം. ഇവിടെ ഒരു കുഞ്ഞൊരു കാര്യം എന്നോട് പറഞ്ഞാൽ കറക്റ്റ് ചെയ്യേണ്ടതാണെങ്കിൽ ഞാൻ കറക്റ്റ് ചെയ്യും. ഹല്ലേലൂയ. നോക്കിക്കേ, ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ്. എന്താണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്? യേശുവിനെ പറ്റി പറയുക എന്നുള്ളതാണ്. വിശ്വാസ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ഗുണങ്ങൾ മാത്രമല്ല, എന്ത് സംഭവിക്കും? ഇതിലുപരി ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ നിറവേറ്റാൻ കഴിയും. ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്താണ്? ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം നിങ്ങൾ സാക്ഷികളാകുക. നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ സാക്ഷികളാകുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. ആമീൻ. ഇനി അതെന്നെ താഴ്ത്തു വായിച്ച മോനെ. നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരൂശലേമിൽ നിന്ന് ഗസ്സയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോകുമെന്ന് പറഞ്ഞു. അവൻ പുറപ്പെട്ട് ചെന്നപ്പോൾ, നോക്കിക്കേ, അവൻ പുറപ്പെട്ട് ചെന്നു. എത്ര കിലോമീറ്റർ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു. എത്ര? 160 കിലോമീറ്റേഴ്സ് അപ്രോക്സിമേറ്റ്ലി 160 കിലോമീറ്റേഴ്സ്. എങ്ങനെ പോകാൻ കഴിയും ഒരു മനുഷ്യനെ ആ കംഫർട്ട് സോൺ വിട്ട്? ഹല്ലേലൂയ. ഇതാണ് ഒരു അഭിഷക്തന്റെ ഗുണമെന്ന് പറയുന്നത്. Filled with the Holy Spirit, you are listening the word of the Lord. You are listening the voice of God always, day to day in your Christian life. കർത്താവേ, ലോകം പറയുന്നതല്ല എനിക്ക് കേൾക്കേണ്ടത്, മറ്റുള്ളവർ പറയുന്നതല്ല എനിക്ക് കേൾക്കേണ്ടത്. കർത്താവിന് എന്താണ് ഈ അവസരത്തിൽ എന്നോട് ഇടപെടാനുള്ളത്? You speak to me, Lord. What shall I do for you? Wherever I need to go, please let me know. Hallelujah. എന്താണ് കർത്താവേ ഞാൻ ചെയ്യേണ്ടത്? ഇനി താഴ്ത്ത് പെട്ടെന്ന് വായിച്ചു മോനെ. അവൻ പുറപ്പെട്ട് ചെന്നപ്പോൾ കന്ദക്കെ എന്ന ഐത്യോപ്യ രാജ്ഞിയുടെ ഒരു ഷണ്ഡനും മഹാനും അവളുടെ സകല ഭണ്ഡാരത്തിന് മേൽ വിചാരനുമായ ഒരു ഐത്യോപ്യനെ കണ്ടു. അവൻ യെരൂശലേമിൽ നമസ്കരിക്കാൻ വന്നിട്ട്, നോക്കിക്കേ, എത്യോപ്യക്കാരനായ ഷണ്ഡൻ അല്ലേ, അവൻ ആ ദേശത്തിന്റെ അധികാരിയാണ്. രാജ്ഞി എല്ലാ പവറും കൊടുത്തിരിക്കുക മനുഷ്യന്. ആ രാജ്ഞിയിൽ കൂടെയാണ് ഇവൻ യഹൂദന്മാരുടെ പാരമ്പര്യം മനസ്സിലാക്കിയത്. അങ്ങനെ ഒരു ചരിത്രമുണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. ആമേൻ. എന്നാൽ ഇവനിത് വായിക്കുകയാണ്. എന്താണ് വായിക്കുന്നത്? തിരുവചനം വായിക്കുകയാണ്. യെശയ്യാപ്രവചനം ഏതാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്? ആർക്കെങ്കിലും പറയാമോ? യെശയ്യാ 50. ആരാ പറഞ്ഞത്? അച്ഛൻ. കണ്ടോ, സൗദി അറേബ്യയുടെ തീ കണ്ടോ? തീ 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 സൗദി അറേബ്യയുടെ തീ. ഹല്ലേലൂയ. സ്തോത്രം. യെശയ്യാപ്രവചനം 53-ാം അധ്യായം വായിക്കുക. ഹല്ലേലൂയ. എന്താണ് സംഭവം? ഹല്ലേലൂയ. അവനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുന്നത് എത്ര വർഷത്തിന് മുമ്പ്? യെശയ്യാ പ്രവാചകൻ അവനെ ക്രൂശിക്കുന്നതിന് ഏകദേശം 750 വർഷങ്ങൾക്ക് മുമ്പ് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യമാ. കംപ്ലീറ്റ് സുവിശേഷമാ. ഹല്ലേലൂയ. ഇത് വായിക്കുക. ഇത് മനുഷ്യന് മനസ്സിലാകുന്നില്ല എന്താന്ന്. എന്നിട്ട് ഒരു വേടൊന്ന് വായിച്ചാട്ടെ. അതിൻ്റെ 36 വായിച്ചു മോനെ, പെട്ടെന്ന് സമയം പോവുകയാണ്. 36. അവർ ഇങ്ങനെ വഴി പോകുമ്പോൾ വെള്ളമുള്ള ഒരു സ്ഥലത്ത് അറുക്കുവാനുള്ള ആടിനെ പോലെ. അതിന്റെ 33 വായിച്ചു. 33. അവന്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. അവന്റെ തലമുറയെ ആര് വിവരിക്കും? നോക്കിക്കേ, അവന്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. നമ്മൾ പലപ്പോഴും വായിക്കുന്ന കാര്യമാണ്, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാറില്ല അത്. യഹൂദന്മാരുടെ പ്രമാണം അനുസരിച്ച് ഒരുവനെ കൊലക്കുറ്റത്തിന് വിധിച്ചു കഴിഞ്ഞാൽ, അവനെ ക്രൂശിക്കാനായി വിധിച്ചു കഴിഞ്ഞാൽ, അവസാനം ജഡ്ജ് ഒരു കാര്യം ചോദിക്കും.
പിലാത്തോസ് ഒരു കാര്യം ചോദിക്കും, എന്താണ് ഇവന് വേണ്ടി ആരെങ്കിലും സപ്പോർട്ട് പറയാനുണ്ടോ? അങ്ങനെ പോലും ഒരു സപ്പോർട്ട് അവന് കിട്ടിയില്ല. ഹല്ലേലൂയ. ഇവൻ നീതിമാനായിരുന്നു എന്ന് പറയാൻ പോലും ഒരാൾ പോലും എഴുന്നേൽക്കാൻ ഒരവസരം പോലും കിട്ടിയില്ല. ഇതാണ് അവൻ അവസാനം പോലും ന്യായം കിട്ടാതെ പോയി. ഹല്ലേലൂയ. ഇത് ഈ മനുഷ്യൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവനൊന്നും മനസ്സിലാകുന്നില്ല എന്താണിതെന്ന്. അപ്പോൾ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഈ ഷണ്ണന്റെ തേരിന് കൂടെ നീ നടക്കാൻ പറയുക. ഹല്ലേലൂയ. അവൻ കുതിരപ്പുറത്ത് തേരിങ്ങനെ ശക്തമായി പൊക്കോണ്ടിരിക്കുക. പക്ഷെ ആത്മനിറവുള്ളവൻ കുതിരയേക്കാൾ അപ്പുറം. ഹല്ലേലൂയ. 2 കുതിരയുടെ ശക്തിയേക്കാൾ അപ്പുറം ആത്മനിറവ് പ്രാപിച്ചവൻ ഹല്ലേലൂയ തേരിന് മുമ്പേ ഓടുകയാ. നീ ചേർന്ന് നടക്ക്. കാരണം ഇവൻ യേശുവിനെ അറിയാൻ ആഗ്രഹമുണ്ട്, ഇവൻ എന്നെ അറിയാൻ ആഗ്രഹമുണ്ട്. നീ അവനോട് ചേർന്ന് നടക്ക്. ഒരു ഫിലിപ്പോസിനെ ദൈവം മറനത ഫുൾ ഗോസ്പൽ ചർച്ചിൽ അന്വേഷിക്കുന്നു. ചിലരുടെ തേരിനോട് ചേർന്ന് നടക്കാൻ, ചില ഫിലിപ്പോസുമാരെ ദൈവം മറനത ഫുൾ ഗോസ്പൽ ചർച്ചിൽ അന്വേഷിക്കുന്നു. അതിൽ ഒരാൾ ഞാനാകണമേ എന്ന് എത്ര പേർ നെഞ്ചത്ത് കൈവച്ച് പറയും? കർത്താവേ, അതിൽ ഞാനൊരാളാകണം. Jesus Christ is looking somebody like a Philip. Lord, I am one of that person. ഒരു ഫിലിപ്പോസിനെ പോലെ എന്നെ ഒന്നാക്കി തീർക്കണമേ. ഹല്ലേലൂയ. കാലാൽപ്പടയോട് പോലും ഓടാനുള്ള കഴിവില്ല, ശക്തിയില്ല, ചിതറിപ്പോയതാ. പക്ഷേ ആത്മാവ് ചലിക്കുകയാ. പരിശുദ്ധാത്മാവിന്റെ നിറവില് മുന്നോട്ട് പോകുക. അവൻ പറയുകയാണ്, നീ തേരിനോട് ചേർന്ന് കിടക്ക്. എനിക്ക് അവനോട് സംസാരിക്കാനുണ്ട്, എനിക്ക് അവനോട് ഇടപെടാനുണ്ട്, എനിക്ക് അവനോട് പറയാനുണ്ട്, എനിക്ക് അവനോട് ചില കാര്യങ്ങൾ കൺവേ ചെയ്യാനുണ്ട്. അതിന് എനിക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ നിന്നെ ആ കംഫർട്ട് സോണിൽ നിന്ന് ഈ 160 മൈൽ നടത്തിക്കൊണ്ടുവന്നത്. ഇതിലെ ഇത്രയും പ്രതിസന്ധിയും പ്രശ്നവും ഒക്കെ നീ താണ്ടിയത് വേറെ ഒന്നും കൊണ്ടല്ല. ഇത്രയും നിരാശ നീ കടന്നുപോയത് വേറെ ഒന്നും കൊണ്ടല്ല. നിന്നേക്കാൾ ചില പ്രബലമായതിന് ചില ഷണ്ണന്മാരെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന് നിന്നെ പറ്റി പദ്ധതി ഉണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആലോചന ഇടപെടുക. കംഫർട്ട് സോൺ വിടാൻ ദൈവം പറയുന്നു. Holy Spirit is speaking to you. Take off your comfort zone. Hallelujah. കംഫർട്ട് സോണിൽ നിന്ന് പറന്നുയരാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? നിന്റെ ജോലി, നിന്റെ വീട്, നീ എന്താ, ഞാനെന്താ ഭാവം, ആ കംഫർട്ട് സോണിൽ നിന്ന് ഒന്ന് മാറാൻ ദൈവാത്മാവ് ആലോചന ഇടപെടുകയാണ്. നീ ഒന്ന് മാറാൻ തയ്യാറാണെങ്കിൽ ഒരു ഫിലിപ്പോസിനെ പോലെ നിന്നെ ഉപയോഗിക്കുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആലോചന ഇടപെടുകയാണ്. ഹല്ലേലൂയ. അടുത്ത വാക്ക് വായിച്ചു മോനെ പെട്ടെന്ന്. അവർ ഇങ്ങനെ വഴി പോകുമ്പോൾ വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഷണ്ഡൻ, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധമെന്ന് പറഞ്ഞു. 35 വാക്യം ഒന്നുകൂടി വായിച്ചേ. ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുവാൻ തുടങ്ങി. നോക്കിക്കേ, ഹാർട്ട് ഓഫ് ദ ലോർഡ്. ഇംഗ്ലീഷ് കൂടെ വായിച്ച മോനെ, അതാരെങ്കിലും ഒന്ന് വായിച്ചേ. verse 35. his mouth and began at the same scripture and preached unto him Jesus. Oh, Jesus. Heart of the Lord. ഫിലിപ്പോസ് പറയുന്ന വേറെ ഒന്നുമല്ല, അയ്യോ നീ ഷണ്ണനായിരുന്നു, എനിക്ക് അവിടെ എന്തെങ്കിലും ഒരു ജോലി ഓഫർ ഉണ്ടോ, അല്ലെങ്കിൽ എന്താ നിൻ്റെ ജോലി, എത്ര സാലറി കിട്ടും, നമുക്ക് ഇതൊക്കെയാണ് ചോദിക്കാനുള്ളത്. പക്ഷെ ഷണ്ണനോട് പറയാൻ ഫിലിപ്പോസിന് വേറെ ഒന്നുമില്ല. എനിക്ക് പറയാനുള്ളത് യേശുവിനെ പറ്റിയാണ്. എനിക്ക് പറയാൻ നീ വായിച്ചോണ്ടിരുന്നുണ്ടല്ലോ, അത് യേശുവിനെ പറ്റി 750 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ എഴുതി വെച്ചതാ കാര്യങ്ങള്. അവൻ നിനക്ക് വേണ്ടി തകർക്കപ്പെട്ടു. ഹല്ലേലൂയ, സ്തോത്രം. ദാവീദിന്റെ ഗോത്രത്തിൽ ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് രാജാവും കർത്താവുമായി വേഗം വരുന്ന മടങ്ങി വരുന്ന യേശു ക്രിസ്തുവാകുന്ന സുവിശേഷം അവരോട് സംസാരിച്ചു.
സുവിശേഷം പറയണം. യേശു ക്രിസ്തുവാകുന്ന സുവിശേഷം അവരോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ദാവീദിന്റെ ഗോത്രത്തിൽ ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റു. റോമൻ സാമ്രാജ്യത്തിന്റെ ഇമ്പീരിയൽ മുദ്രയ്ക്ക് അവനെ തകർക്കാൻ കഴിഞ്ഞില്ല, അവനെ ഒളിപ്പിക്കാൻ കഴിഞ്ഞില്ല. അവൻ പുറത്തു വന്നു. അവൻ രാജാതിരാജാവും കർത്താവുമായി മടങ്ങി വരും. അവനിൽ നീ വിശ്വസിക്കുന്നെങ്കിൽ നിനക്ക് രക്ഷ പ്രാപിക്കാം. ഇതങ്ങോട്ട് പറഞ്ഞപ്പോൾ ഞാൻ വിദ്യാഭ്യാസമുള്ളവനാണ്, ഞാൻ കഴിവുള്ളവനാണ്. ഷണ്ണൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന ഷണ്ണനല്ല. പ്രത്യേകിച്ച് നമ്മുടെ ഓർമ്മയിലോട്ട് എന്താ പെട്ടെന്ന് വരുന്നത്? ഷണ്ണന്മാർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജെൻസ്, നമ്മളിത് പറയുമല്ലോ എന്തോ ട്രാൻസ്ജെൻഡർ, അതല്ല ഇവിടുത്തെ ഈ ഷണ്ണനെ പറ്റി ഉപദേശിക്കുന്നത്. കാരണം ഹീ സെപ്പറേറ്റഡ് ഹിസ് ലൈഫ് ഫോർ ദ കൺട്രി. രാജ്യത്തിൻ്റെ ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്നവനാ, രാജ്യത്തിൻ്റെ മേലധികാരി, എല്ലാ കാര്യങ്ങളും നോക്കുന്നവനാ. അവൻ പറയുകയാണ്, നമ്മളായിരുന്നു പറഞ്ഞ് ഞാനൊന്നുകൂടെ പഠിക്കട്ടെ എന്ന് പറയും അല്ലേ, കുറച്ചുകൂടെ ഞാൻ സ്ക്രിപ്ചറൊക്കെ ഒന്ന് വായിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ. പക്ഷെ യേശുവിനെ പറ്റി കേട്ട് കഴിഞ്ഞപ്പോൾ, യേശു ആരാന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, യേശു തനിക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ചു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, തൻ്റെ അവസാന തുള്ളി രക്തം വരെയും തനിക്ക് വേണ്ടി ഊറ്റിത്തന്നെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, അവനിൽ വിശ്വസിച്ചാൽ പാപമോചനമുണ്ടെന്നും അവനിൽ വിശ്വസിച്ചാൽ രക്ഷയുണ്ടെന്നും മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, ഈ മനുഷ്യൻ പോകുന്ന വഴിയിൽ പറയുക, അയ്യോ വെള്ളം, ഹല്ലേലൂയ, വെള്ളം തേടി കിടക്കുന്നു, ഹല്ലേലൂയ, എനിക്ക് സ്നാനപ്പെട്ടേ മതിയാകൂ. ഇതൊരു പ്രത്യേക ഗ്രൂപ്പിൻ്റെ ഹല്ലേലൂയ കൽപ്പനയല്ല, തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ആമേൻ. അതിന് 35 സുവിശേഷം പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ 36 വായിച്ചേ. അവർ ഇങ്ങനെ വഴി പോകുമ്പോൾ വെള്ളമുള്ളൊരു സ്ഥലത്തെത്തിയപ്പോൾ ഷണ്ഡൻ, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധമെന്ന് പറഞ്ഞു. നോക്കിക്കേ, അപ്പോൾ സ്നാനം ആരാണ് പെടേണ്ടത്? Who is for the baptism? ആരാണ് സ്നാനപ്പെടേണ്ടത്? ഹല്ലേലൂയ, രക്ഷയിലേക്ക് വന്നവൻ, തൻ്റെ ജീവിതത്തിലെ പാപസംബന്ധമായ മനസ്സിലാക്കി യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചവനായിരിക്കണം സ്നാനപ്പെടേണ്ടത്. യേശുവിനെ പറ്റി കേട്ട് കഴിഞ്ഞപ്പോൾ, യേശു ആരാന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, തൻ്റെ രക്ഷകനും നാഥനുമായി ഏറ്റെടുത്തു. അപ്പോൾ പറയുകയാണ്, എനിക്കിപ്പോൾ സ്നാനപ്പെട്ട മതിയാകും. അടുത്തത് താഴ്ത്തു വായിച്ചവനെ, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം എന്ന് പറഞ്ഞു. അതിന് ഫിലിപ്പോസ്, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാമെന്ന് പറഞ്ഞു. നോക്കിക്കേ, what is the condition of water baptism? എന്ത് ചെയ്യണം? You should believe from your heart, wholehearted. പൂർണ്ണ വിശ്വാസം നിനക്ക് വേണം. ആരെങ്കിലും മാതാപിതാക്കൾ പറഞ്ഞിട്ടല്ല, സഹോദരങ്ങൾ പറഞ്ഞിട്ടല്ല, പാസ്റ്റർ പറഞ്ഞിട്ടല്ല, ബൈബിൾ പറയുന്നു. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം നിനക്ക് പൂർണ്ണമായി വേണം. You should believe in Christ from your whole heart. ഹല്ലേലൂയ. ആരും സപ്പോർട്ട് ചെയ്തിട്ടല്ല, ആരും നിന്നെ നിർബന്ധിച്ചിട്ടല്ല, ആരും ഒരു വാക്ക് പറഞ്ഞിട്ടല്ല. ഞാൻ യേശുവിനെ പറ്റി അറിഞ്ഞു, യേശു എൻ്റെ രക്ഷകനാണെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ പ്രതിസന്ധിയുടെ നടുവിൽ, എൻ്റെ പ്രശ്നത്തിന് നടുവിൽ, എൻ്റെ രോഗത്തിന് നടുവിൽ എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. അവൻ ജീവിക്കുന്നു, അവൻ രാജാതിരാജാവും കർത്താവുമായി മടങ്ങി വരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ നീ അവനിൽ വിശ്വസിക്കുന്നെങ്കിൽ നിനക്ക് സ്നാനപ്പെടാം. താഴ്ത്തു വായിച്ചേ. യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. നിന്റെ വായ കൊണ്ട് പറയണം, യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. He is the Son of God. I believe in him. I trust in him. So I need a baptism right now. Hallelujah. യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇനി താഴ്ത്തു വായിച്ചേ. അങ്ങനെ അവൻ തേരി നിർത്തുവാൻ കൽപ്പിച്ചു. ഫിലിപ്പോസും ഷണ്ഡനും ഇരുവരും വെള്ളത്തിൽ ഇറങ്ങി. അവൻ അവനെ സ്നാനം കഴിപ്പിച്ചു. How we do the baptism? ഇരുവരും വെള്ളത്തിൽ ഇറങ്ങി. ഹല്ലേലൂയ. ഫിലിപ്പോസും ഷണ്ഡനും വെള്ളത്തിൽ ഇറങ്ങി. They both enter into the water. രണ്ടുപേരും വെള്ളത്തിൽ ഇറങ്ങി.
ഹല്ലേലൂയ. ഇമേഴ്സൽ ബാപ്റ്റിസം, ബിലീവേഴ്സ് ബാപ്റ്റിസം. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കും. അവിടെ അതാണ് സംഭവം. കാരണം എന്താ? സ്നാനം കഴിക്കണമെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, പൂർണ്ണമായി വിശ്വസിക്കണം. ആര് വിശ്വസിക്കണം? മാതാപിതാക്കൾ വിശ്വസിച്ചിട്ട് കാര്യമില്ല, സഹോദരൻ വല്യമ്മാച്ചൻ വിശ്വസിച്ചിട്ട് കാര്യമില്ല. അല്ല, നമ്മൾ സ്വന്തമായിട്ട് വിശ്വസിക്കണം. ഞാൻ വിശ്വസിക്കുന്നു യേശു എൻ്റെ രക്ഷകൻ, യേശു എൻ്റെ പാപത്തിൻ്റെ പരിഹാരമായി കാൽവറിയിൽ തകർക്കപ്പെട്ടു, അവൻ്റെ അവസാനത്തുള്ള രക്തം വരെ അവൻ എനിക്ക് വേണ്ടി ഊറ്റിത്തന്നു. I believe in Jesus Christ. I trust in Him. He is the Redeemer. He is the King of Kings. He is my Lord. He is my Savior. I submit and surrendering my life to Jesus Christ. Hallelujah. സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഫിലിപ്പോസ് അവനെ സ്നാനം കഴിപ്പിച്ചു.